ഹൈന്ദവ ഐക്യത്തിനെതിരെ നിലപാട് വ്യക്തമാക്കി NSS. ഹിന്ദു പാർട്ടിയിൽ ചേരാനില്ലെന്ന് G. സുകുമാരൻ നായർ. ഐക്യം ചിലരുടെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനെന്നും NSS ജനറൽ സെക്രട്ടറി. മന്നം ശങ്കർ ഐക്യം കള്ളത്തരം ഒളിക്കാനായിരുന്നോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. വിജയദശമി ദിനത്തിൽ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാരംഭം. തിരൂർ തുഞ്ചൻ പറമ്പിലും ചോറ്റാനിക്കരയിലും വിപുലമായ വിദ്യാരംഭ ചടങ്ങുകൾ. വിശാല ഹിന്ദു ഐക്യത്തിനെതിരെ നിലപാട് വ്യക്തമാക്കി NSS. ഹൈന്ദവ പാർട്ടിയിൽ പങ്കാളിയാകാൻ ഇല്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. ഐക്യത്തിനായി ചിലർ ആഹ്വാനം ചെയ്തത് കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനാണെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. അതേസമയം കാര്യങ്ങൾ അറിയാതെയാണ് സുകുമാരൻ നായരുടെ പ്രതികരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. പെരുന്നയിൽ വിജയദശമി സമ്മേളനത്തിലായിരുന്നു NSS നിലപാട് വ്യക്തമാക്കിയത്. ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഹൈന്ദവ ഐക്യം വേണമെന്നില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ഒരു ഹിന്ദു സംഘടന ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിക്കാൻ NSSന്റെ അടിസ്ഥാന തത്വം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കാതിരുന്നിട്ടുണ്ടോ? ആരാ സംരക്ഷിച്ചത്? ആരും സംരക്ഷിച്ചിട്ടൊന്നുമില്ല. ഈ രീതിയിൽ മുഴനീളത്തിൽ അങ്ങ് പറയത്തേ ഉള്ളൂ. ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം, ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം. ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവരുടെ പല കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കുവാൻ വേണ്ടി, ഒരു ശക്തി സമാഹരിക്കുവാൻ വേണ്ടി, ഈ ഹൈന്ദവനെ ഉപകരിക്കാൻ വേണ്ടിയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് പറയുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സമുദായത്തിന്റെ നിലപാട് അറിയിച്ച സുകുമാരൻ നായർ NSSന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കി. നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കൃത്യമായ സമദൂരം പാലിച്ചിരിക്കും. അതേസമയം സുകുമാരൻ നായർക്ക് കാര്യങ്ങൾ വഴിയെ മനസ്സിലാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. മന്നവും ശങ്കറും കള്ളത്തരവും ഒളിപ്പിക്കാനുമായിരുന്നു അന്ന് ശ്രമിച്ചതെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ അതാണ് ഇതെന്ന് കരുതിക്കോട്ടെ. കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സമുദായങ്ങൾ കൂടെ ഉണ്ട്. അദ്ദേഹം അഭിപ്രായം കാലം കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും. മീഡിയ 1 കോട്ടയം, തിരുവനന്തപുരം. തദ്ദേശത്തിലും സമദൂരം എന്ന NSSന്റെ രാഷ്ട്രീയ നിലപാട് ആഘാതമുണ്ടാക്കുന്നത് ആർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ? എന്നോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CPMന്റെ MV ഗോവിന്ദൻ കൊല്ലം സ്റ്റുഡിയോയിൽ, BJP വക്താവ് VV രാജേഷ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും തിരുവനന്തപുരത്ത് രാജേഷിനൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ഒപ്പം SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ ടെലിഫോൺ ലൈനിലും. ശ്രീ VV രാജേഷ്, സ്വാഭാവികമായും ഈ ചർച്ച BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. ശ്രീ VV രാജേഷ്, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ സാമുദായികമായ ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാം എന്ന ഒരു രാഷ്ട്രീയ ആലോചന BJPക്ക് ഉണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യം എന്ന ലേബലിൽ മുന്നാക്ക സമുദായ അംഗങ്ങളെ പോലും ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അതിൽ യോഗക്ഷേമ സഭ പോലും ഭാഗവാക്കായി. പക്ഷേ NSSനെ അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങളുടെ നീക്കങ്ങൾക്കുണ്ടായ തിരിച്ചടിയല്ലേ ഇന്ന് NSSന്റെ രാഷ്ട്രീയ നയവും നിലപാടും വ്യക്തമാക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ ഈ കാലഘട്ടത്തിലോ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂരിപക്ഷ ഐക്യം കേരളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആരാധനായ മന്നത്ത് പത്മനാഭനും ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും ഒക്കെ തന്നെ ഉന്നയിച്ച ആ ലക്ഷ്യം, കേരളത്തിന്റെ ഒരു നവോത്ഥാന ചരിത്രമുണ്ട്. അത് സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു ഐക്യം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ BJP ആണ് മുന്നോട്ട് വെച്ചത്. അന്ന് ഒരു പക്ഷേ SNDP പോലും ആ നിലപാടിനോട് യോജിച്ചിരുന്നില്ല, ചേർന്നിരുന്നില്ല. ഇന്ന് ഒരുപാട് സംഘടനകൾ ചേർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി യോഗക്ഷേമ സഭയുണ്ട്, നായാടിമാരുണ്ട്, അതോടൊപ്പം തന്നെ SNDP ഉണ്ട്. നായർ NSS നേരിട്ട് അതിലില്ലെങ്കിലും ഒരുപാട് നായർ സമുദായ അംഗങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, പിന്തുണയ്ക്കാത്തവരുമുണ്ട്. ഇതാണ് ഇന്നത്തെ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ SNDPയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി യോഗക്ഷേമ സഭ ഉൾപ്പെടെയുള്ളവർ പോയതിൽ BJPക്ക് പങ്കില്ല. മാത്രവുമല്ല,
അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ BJP-യുമായി തന്നെ ചേരുമെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അല്ലല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ രാജേഷ് നമുക്ക് വ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് പോകാമല്ലോ ഈ ചർച്ചയിൽ. ഒന്ന് രണ്ട് കാര്യങ്ങൾ. താങ്കൾ ആദ്യം പറഞ്ഞത് ഈ പറയുന്ന ഹിന്ദു ഐക്യം എന്നത് ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച ഒരു ആശയമല്ല, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ആശയം മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. സമ്മതിക്കുന്നു. 2006 നിയമിക്കുകയും പിന്നീട് 2010 റിപ്പോർട്ട് വെക്കുകയും ചെയ്യുന്ന സിംഗു കമ്മീഷൻ റിപ്പോർട്ട്, അതായത് മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണം സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാൻ വെച്ച സിംഗു കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സംവരണ വിഷയത്തിൽ ഒരു കാലത്തും നിങ്ങൾക്ക് NSSനെ കൂടെ കൂട്ടി ഈ ഹിന്ദു മഹാ ഐക്യം എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ BJP-യുടെ സംവരണ നയവുമായി ബന്ധപ്പെട്ട് പറ്റില്ല. ശ്രീ VV രാജേഷ്, രണ്ടാമത് താങ്കൾ പറഞ്ഞു ഈ ഐക്യത്തിന് വേണ്ടി BJP ഒന്നും ചെയ്തിട്ടില്ല എന്ന്. താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതാവ് അമിത്ഷാ പോലും ഒരുപക്ഷെ താങ്കളുടെ നിലപാടിനോട് അനുകൂലിക്കില്ല. കാരണം അദ്ദേഹം പോലും ഇവിടെ വരുമ്പോൾ ഈ വിഭാഗങ്ങളുമായി ചർച്ച നടത്താനും ഇവരുമായി ആശയവിനിമയം നടത്താനും ഇവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു ശ്രീ VV രാജേഷ്. പിന്നെ താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് BJP-ക്ക് ഈ ഐക്യപ്പെടലിലൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത്? 3 കാര്യങ്ങളാണ് മറുപടി പറയേണ്ടത്. ഒന്ന്, BJP-യുടെ നിലപാടും NSSന്റെ സാമ്പത്തിക സംവരണത്തിന്റെ നിലപാടും തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകാൻ സാധിക്കില്ലെന്ന് ഗോപികൃഷ്ണൻ എങ്ങനെ പറയാൻ സാധിക്കും? ഗോപികൃഷ്ണൻ BJP-യുടെ നയരൂപീകരണ സമിതിയിലുണ്ടോ? ഗോപികൃഷ്ണൻ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായം കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഗോപികൃഷ്ണൻ സാധിക്കില്ലല്ലോ. ഇതിൽ BJP-ക്ക് വ്യക്തമായ നിലപാടുണ്ടല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ നയരൂപീകരണ സമിതിയിലില്ല, BJP അംഗത്വം എനിക്കില്ല, നിങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സ്വാധീനമില്ല. ശ്രീ VV രാജേഷ്, താങ്കൾ പറയൂ, നിങ്ങളുടെ സംവരണം സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാടുമായി SNDP പോലെയുള്ള സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പറയൂ. BJP-യുടെ നിലപാട് ഞാൻ പ്രഖ്യാപിക്കാം, ഞാൻ പറയാം. പല പ്രാവശ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാട് ഞാൻ ഇപ്പോൾ താങ്കളുടെ ചോദിച്ചതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകണം എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. സിൻഹു കമ്മീഷൻ റിപ്പോർട്ട്, UPA ഗവൺമെന്റ് കൈകൊണ്ട് തൊടാത്ത ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കണം, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന നിലപാട് സംസ്ഥാന തലത്തിൽ എടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമീപിക്കുന്നുണ്ട്, ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിൽ ഒരാശങ്കയും വേണ്ട. ഇതാണ് അതിന്റെ വ്യക്തത. പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ SNDP യോഗവും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളും എല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുമുണ്ടോ? എന്റെ ഗോപികൃഷ്ണ, ഇന്ത്യ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഈ രാജ്യത്തിലെ 100 കണക്കിന് വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി, ഞങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അത് ഏതു തരത്തിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കണക്കുകൂട്ടാൻ കഴിയാത്ത മണ്ടന്മാരാണോ ഞങ്ങൾ? കാര്യം ചെയ്യുമ്പോൾ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരോ അത്തരത്തിൽ മണ്ടന്മാരൊന്നുമല്ല. ശ്രീ VV രാജേഷ്, നിങ്ങൾ അത്തരത്തിൽ മണ്ടന്മാരൊന്നുമല്ല. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തവുമായി. ശ്രീ CK വിദ്യാസാഗർ ടെലിഫോണിൽ മറുഭാഗത്ത് നിന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയി ശ്രീ VV രാജേഷിലേക്കും മറ്റ് എൻ്റെ അതിഥികളിലേക്കും ഞാൻ മടങ്ങി വരാം. ശ്രീ CK വിദ്യാസാഗർ, സംവരണം സംബന്ധിച്ച നിലപാടുകളിൽ BJP ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മുന്നാക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം വേണം എന്ന BJP-യുടെ നിലപാട് തന്നെയാണുള്ളത്. സിംഗു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് BJP. ഇതെല്ലാം ഉണ്ടെങ്കിലും SNDP ഉൾപ്പെടെ മറ്റ് പിന്നാക്ക സമുദായ അംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിന്ദു മഹാ ഐക്യം എന്ന ആശയവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയമായി BJP-ക്ക് കഴിയും എന്നാണ് VV രാജേഷ് പറഞ്ഞത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു, കാണുന്നു? രാജേഷ് വെച്ച് പുലർത്തുന്ന ശുഭപ്രതീക്ഷ അത്രമേൽ അടിസ്ഥാനമുണ്ട് എന്ന് കരുതാൻ ന്യായങ്ങൾ ഞാൻ കാണുന്നില്ല. ഇന്ത്യയിലെ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾ, മർദ്ദിത ജാതി ജനവിഭാഗങ്ങൾ എന്ന് ക്ലാസിഫൈ ചെയ്യപ്പെടുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അധികാര ഘടനയിൽ ഇന്നും അവർക്ക് ഒരു ന്യായമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുഖം തിരിച്ചു നിന്നുകൊണ്ട് ആര് സംസാരിച്ചാലും അത് ശരിയല്ല എന്ന് SNDP യോഗത്തിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറക്കം പറയേണ്ടതായിട്ട് വരും. മിസ്റ്റർ രാജേഷ് തിരിച്ചറിയേണ്ടത് 90കളിൽ ഇത് നടപ്പാക്കിയ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കിയിട്ട് ഇപ്പോൾ ഇതാ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിയുമ്പോൾ പോലും ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്
അധികാര ഘടനയിൽ ലഭിച്ചിരിക്കുന്ന പങ്കാളിത്തത്തിന്റെ സർവേ അവസാനം വന്നിരിക്കുന്നതും ഏതാണ്ട് 8% ഒതുങ്ങുമല്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പരവതാനിക്കടിയിൽ ഏറെക്കാലം പൂഴ്ത്തിയിടാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഒരു ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ പവർ സ്ട്രക്ചർ, ആരോഗ്യകരമായ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആ സമൂഹത്തിന്റെ ഭരണാധികാരത്തിന്റെ മേഖലയിലും സാമൂഹ്യാധികാരത്തിന്റെ മേഖലകളിലും രാഷ്ട്രീയാധികാരത്തിന്റെ മേഖലകളിലുമൊക്കെ ഒരു ന്യായമായ പങ്കാളിത്തം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് അംഗീകരിക്കാൻ രാജേഷിന്റെ പാർട്ടി തയ്യാറാകണം. അതനുസരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ അവർക്ക് അടിത്തറകൾ ബലപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഞാൻ തിരിച്ചു വരാം. ശ്രീ വി രാജേഷ്, താങ്കളിലേക്ക് ഞാൻ ഈ ചോദ്യം ടോസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ വാക്കുകൾ താങ്കൾ ഇതിന് മറുപടി പറയണം. കാരണം ശ്രീ എം വി ഗോവിന്ദനും ശ്രീ ജേക്കബ് ജോർജും ഈ ചർച്ചയുടെ ഭാഗമാകാൻ നിൽക്കുന്നുണ്ട്. അവരിലേക്ക് എനിക്ക് വളരെ പെട്ടെന്ന് പോകണം. ശ്രീ രാജേഷ്, ഗവേഷണ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? താങ്കൾ കേട്ടല്ലോ CK വിദ്യാസാഗർ പറഞ്ഞത്, കേട്ടില്ലേ? സംഭരണ പ്രശ്നത്തിൽ, ഇന്ത്യയിലെ സംഭരണ പ്രശ്നത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പല സമുദായങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരൊറ്റ തീരുമാനത്തിലൂടെ ആ വിഷയങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയാനോ അതിൽ തീരുമാനമെടുക്കാനോ ഒരു കൺക്ലൂഷനിലെത്താനോ സാധിക്കില്ല. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. പല റിപ്പോർട്ടുകളും കൈകൊണ്ട് തൊടാതെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പഠിച്ചുകൊണ്ട് വേണം ഇന്ത്യയിൽ സംഭരണ വിഷയങ്ങൾ നിലപാടെടുക്കാൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഹിന്ദു ഐക്യം എന്നതിനോട് NSSന് യോജിപ്പില്ല. NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനില്ല. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ആ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ NSS നിലപാടെടുക്കും. സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നതാണ് NSSന്റെ അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വത്തെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനും നിലപാടെടുക്കലിനും NSS ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും സമദൂരമായിരിക്കും നിലപാട് എന്ന് NSS പ്രഖ്യാപിച്ചു കഴിഞ്ഞു. SNDP BJP കൂട്ടുകെട്ടുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ആഘാതത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അതിന് നേരിടാൻ ആശ്വാസം നൽകുന്നതാണോ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് NSSന്റെ ഈ രാഷ്ട്രീയ നിലപാട്? അല്ല, ഞങ്ങളിതിനെ കാണുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും യഥാർത്ഥത്തിൽ ഇപ്പോഴും സവർണ മേധാവിത്വം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, അതുപോലെ തന്നെ സാധാരണ പാവപ്പെട്ട ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് എന്തിനേ അഭിപ്രായങ്ങൾ തുറന്നെഴുതുന്ന സാഹിത്യ കലാരംഗത്തുള്ള മഹാപ്രതിഭകൾക്കെതിരായിട്ട് കൊലപാതക രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യോഗം ചേർന്നിട്ട് ഇതിനെല്ലാം അപലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവാർഡുകൾ വാങ്ങിയിട്ടുള്ളവർ, തിരിച്ചേൽപ്പിച്ചവർ, ഭാരവാഹികളിൽ നിന്ന് പിന്മാറിയവർ, അവരൊക്കെ തിരിച്ചു വരണമെന്നവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രാജേഷിന് മനസ്സിലാവാഞ്ഞിട്ടല്ല. രാജേഷ് ഉൾപ്പെടെ ബോധപൂർവം പ്ലാൻ ചെയ്ത ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് സംഘപരിവാർ വിഭാഗങ്ങൾ, അത് ഈ BJP RSS വിഭാഗത്തിൽ നൂറുകണക്കിനാണ്, ഒന്നും രണ്ടുമൊന്നുമല്ല. അവരുടെ നിയന്ത്രണത്തിലുള്ള നിരവധി സംഘടനകൾ, അതെല്ലാം ചേരുമ്പോഴാണ് സംഘപരിവാർ. ആ സംഘപരിവാർ വിഭാഗങ്ങൾ ഓരോരോ മേഖലയിൽ അവരവർക്ക് ചുമതലപ്പെടുത്തിയ കാര്യങ്ങളിൽ വർഗീയ വിഷം ഈ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഈ ഇന്ത്യ ഉള്ളത്. ഉത്കണ്ഠയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, സാധാരണക്കാരായ പാവപ്പെട്ട ദളിത് ജനവിഭാഗങ്ങളിൽ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിലൊക്കെ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാജേഷിന് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. കാരണം അവരെ അജണ്ട വെച്ച് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അമിത്ഷാ ഉൾപ്പെടെ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സംവരണം തന്നെ വേണ്ട എന്നുള്ള നിലപാടാണല്ലോ RSSന്റെ മുദ്രാവാക്യം. ഏറ്റവും അവസാനമായിട്ടും മോഹൻ ഭഗത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ RSSന്റെ സർസംഘ ചാലക്, അദ്ദേഹമാണല്ലോ എല്ലാം അവസാനമായി തീരുമാനിക്കേണ്ടത്. അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, ഈ ഇന്ത്യയിൽ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം പുനർചിന്തനം വേണം എന്ന് പറഞ്ഞാൽ സംവരണം അനുവദിക്കാൻ പാടില്ല എന്നാണ്. പട്ടികജാതി, പട്ടികവർഗം. ഒരു നിമിഷം ശ്രീ എം വി ഗോവിന്ദൻ, ഇപ്പോൾ NSS എടുത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് സമദൂരം എന്ന അവർ നിരന്തരം ആവർത്തിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും? അല്ലേ, സമദൂരത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതിനേക്കാളും പ്രധാനം അദ്ദേഹം എടുത്ത നിലപാടിനോടുള്ള സമീപനമാണ് വ്യക്തമാക്കേണ്ടത്.
അതായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP നേതാവ് രംഗത്ത് അവതരിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ടൊരു മൂന്നാം മുന്നണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നൊക്കെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അന്നേരം ആ സന്ദർഭത്തിലാണ് ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഐക്യപ്രസ്ഥാനം ഒരിക്കലും ഇന്നത്തെ പരിസ്ഥിതിയിൽ പ്രായോഗികമാവുന്നതല്ല. അങ്ങനെ പ്രായോഗികമാവുന്നതല്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ അതിനെ ഭത്സിക്കുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളും അതുപോലെ തന്നെ വമ്പിച്ച രീതിയിലുള്ള എതിർപ്പുമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ജാതി രാഷ്ട്രീയത്തെ അതിൻ്റെ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് ഒരു ജാതി കുറേ ജാതികൾ കൂടിച്ചേർന്നതല്ല, ഓരോരോ ജാതി. അതാണ് സ്വത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ വിവിധ സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അതിലേറ്റവും ഉയർന്ന സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യം വെക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വത്വ രാഷ്ട്രീയം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്. ഇനി അതിൻ്റെ ജൂനിയർ പങ്കാളിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ ഇവിടെ പുറപ്പെടുകയാണ്. എന്നാൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് NSSന്റെ നേതാവ് ഇവിടെ സുകുമാരൻ നായർ കൃത്യമായിട്ട് വ്യക്തമാക്കി. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഒരു ഹിന്ദു ഐക്യം അനിവാര്യമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നീങ്ങാൻ പോകുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ സമയത്ത് NSSും അതിനോടൊപ്പം ഉണ്ടാകും എന്ന് NSS നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപേ വെള്ളാപ്പള്ളി നടേശൻ കയറി പറഞ്ഞ സാഹചര്യത്തിൽ ഉടൻ തന്നെ സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതോടുകൂടി ശ്രീ ജേക്കബ് ജോർജ്, സമുദായ സംഘടനകളെ ഒന്നാകെ ഒപ്പം നിർത്തി ഒരു മൂന്നാം മുന്നണിക്ക് രൂപം കൊടുക്കാം എന്ന BJPയുടെ രാഷ്ട്രീയ മോഹത്തിനേറ്റ വലിയ തിരിച്ചടിയല്ലേ NSS എടുത്തിരിക്കുന്ന ഈ നിലപാട്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളാപ്പള്ളിയുടെ കണക്കുകൂട്ടൽ കേരളത്തിലെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള NSS ഉൾപ്പെടെയുള്ള സമുദായങ്ങളെയെല്ലാം കോർത്തിണക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, ആ രാഷ്ട്രീയ പാർട്ടിയെ BJPയുമായിട്ടൊരു കൂട്ടുകെട്ടിലേക്ക് എത്തിക്കുക. ആ ഒരു ഗ്രാൻഡ് പ്ലാൻ ആണ് ഇന്ന് സുകുമാരൻ നായർ അട്ടിമറിച്ചിരിക്കുന്നത്. അതിനകത്ത് നായർ സമുദായത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കൽ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഹിന്ദു സമുദായങ്ങൾ NSSനെ കൂടെ കൂട്ടിച്ചേർത്ത് BJPയുമായിട്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന നയപരമായ ഒരു നിലപാട് വ്യക്തമാക്കൽ കൂടിയാണ് സുകുമാരൻ നായർ ഇന്ന് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സുകുമാരൻ നായർ അല്ലെങ്കിൽ NSS നേതൃത്വം ഒറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല. മുമ്പൊരിക്കൽ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി കോട്ടയത്ത് വന്ന് കുമരകത്ത് 10 ദിവസം താമസിച്ചു. അദ്ദേഹം വിശ്രമത്തിന് വന്നാണ്. എങ്കിൽ പോലും ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് അന്നത്തെ NSS ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെ കാണാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ദൂതന്മാർ പെരുന്നയിൽ പോയി നാരായണപ്പണിക്കരെ പ്രത്യേകം ക്ഷണിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ടെലിഫോണിൽ പോലും അന്നത്തെ പ്രധാനമന്ത്രി BJP നേതാവ് AB വാജ്പേയിയുമായിട്ട് സംസാരിക്കാൻ പോലും PK നാരായണപ്പണിക്കർ തയ്യാറായില്ല. ഇത് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണ. കേരളത്തിൽ ഒരു മതേതര അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈ മതേതര അന്തരീക്ഷം ഇവിടെ ഇതുപോലെ നിലനിൽക്കാനും കാത്തു സൂക്ഷിക്കാനും പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു സമുദായമാണ്. ആ ഹിന്ദു സമുദായത്തിലെ ഒരു പ്രബല സമുദായമാണ് നായർ സമുദായം. ആ നായർ സമുദായത്തിൻ്റെ കൂടി കൂട്ടായ്മ കൊണ്ടാണ്, പിന്തുണ കൂടിക്കൊണ്ടാണ് ഈ കേരളം ഇന്ന് വളരെ സമത്വസുന്ദരമായ മതേതര സുന്ദരമായ ഒരു സമൂഹമായിട്ട് നിലനിൽക്കുന്നത്. അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ തങ്ങളില്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ന് സുകുമാരൻ നായർ പെരുന്നയിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ CK വിദ്യാസാഗർ, ഇന്ന് സുകുമാരൻ നായർ അദ്ദേഹം വിജയദശമി നായർ മഹാസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഹിന്ദു ഐക്യവും ഈ കൂട്ടുകെട്ടുമെല്ലാം അതിന്റെ പിന്നിലെ കളികൾ എന്താണെന്ന് നന്നായി അറിയാം. അത് ചിലരുടെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ മുന്നാക്ക സമുദായത്തിന്റെ പേര് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനും നേട്ടമുണ്ടാക്കുന്ന നീക്കങ്ങളോട് NSS പൊരുത്തപ്പെടില്ല എന്നാണ് സുകുമാരൻ നായർ പറയാതെ പറഞ്ഞത്.
അതായത് ഹിന്ദു ഐക്യം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെയുള്ള ഐക്യം SNDP യോഗത്തിന്റെ വേദികളില് ഏതാണ്ട് 2005, 2006 കാലം മുതലൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുകയും ചില പ്രമേയങ്ങളൊക്കെ പാസാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിപ്പോന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ ആശയം SNDP യോഗത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്യുകയും പ്രമേയം പാസാക്കുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് അവിടെ പാസാക്കിക്കൊണ്ടിരുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രമേയം എന്ന രീതിയിലുള്ള പ്രമേയങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും പാസാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും കൂട്ടിച്ചേർന്നുകൊണ്ട് പിന്നോക്ക മുന്നണിയായും സംവരണ സമുദായ മുന്നണിയായും ഞങ്ങളുടേതായിട്ടുള്ള തനതായിട്ടുള്ള പ്രശ്നങ്ങള് ധാരാളമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഈ മുന്നോക്ക സമുദായ ഐക്യം, പിന്നോക്ക ഐക്യം, മുന്നോക്ക ഐക്യം, നായാടി മുതലുള്ള ഐക്യം എന്ന് പറഞ്ഞ ആശയം എന്ന് പറയുന്നത് സുകുമാരൻ നായർ പറയുന്നത് പോലെ ഇത് തൽക്കാലം ആരുടെയെങ്കിലും ഒക്കെ പ്രത്യേകമായ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയാണ് എന്നടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. കാരണം കുറച്ചു കാലമായിട്ട് SNDP യോഗത്തിൽ ഈ ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. ഞാനതിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും ആ ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അല്ല ശ്രീ വിദ്യാസാഗർ, സംവരണം എന്ന വിഷയം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മഹാ ഐക്യം എന്നതും അതുമായി ബന്ധപ്പെട്ട് അതിനെ കൂട്ടിയോജിച്ചുകൊണ്ടൊരു മൂന്നാം മുന്നണി എന്നതും ഒക്കെ നടക്കാത്ത സുന്ദരമായ ഒരു സ്വപ്നമല്ലേ? അല്ല, അതിന് കുറെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അതിൽ കുറെ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് തന്നെയല്ല, ഒരു വിശാല ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞ ഒരു ഇതിനു വേണ്ടി പുറപ്പെടുന്നതിന് മുൻപ് വ്യക്തമായിട്ടും ചില വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങള്, ഒരു റോഡ് മാപ്പ്, ഒരു ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ ഐഡിയ രൂപപ്പെടുത്താതെ ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന എല്ലാവരും അതിനെ അനുഭവിക്കുന്നുണ്ട്. ഒരു ശരിയായ ഒരു ബ്ലൂ പ്രിന്റ് ഐഡിയ, ചില മൗലികമായ വിഷയങ്ങൾ സംബന്ധിച്ച് എന്തുവരെയുള്ള ഒത്തുതീർപ്പുകളിലേക്ക് പോകാം എന്നത് സംബന്ധിച്ച് ചില ചർച്ചകളും ധാരണകളും ഉണ്ടാക്കാതെ ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നായരിയുടെ ഐക്യത്തിന് പോയപ്പോഴും എന്നെപ്പോലുള്ളവരൊക്കെ ആ ആശയം കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇത് മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ കാശിക്ക് പോയ പോലെ ആയിപ്പോകും. ആദ്യത്തെ കാറ്റടിക്കുമ്പോൾ തന്നെ കരിയില പറന്നു പോകും, ആദ്യത്തെ ചാറ്റൽ മറിച്ച് മണ്ണാങ്കട്ട അലിഞ്ഞു പോകും എന്നൊക്കെ അന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലുള്ളവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, ഇനി അങ്ങനെ ഒരുമിച്ച് കാശിക്ക് പോകാൻ പോലും ഞങ്ങളില്ല എന്നാണ് NSS പറഞ്ഞത്. ഇനി ആദ്യത്തെ കാറ്റടിച്ച് പറക്കാൻ നിൽക്കണ്ട, ഇനി അങ്ങനെ കാശിക്ക് പോകാൻ തന്നെ ഞങ്ങളില്ല എന്നാണ് NSS പറഞ്ഞത്. കാരണം ശ്രീ CK വിദ്യാസാഗർ, കാരണം SNDPയുടെ നിലപാടുകളെ NSS വിശ്വസിക്കുന്നില്ല. ഒന്നാമതായി. രണ്ടാമത് സിംഗു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കാൻ അല്ലെങ്കിൽ സമുദായത്തിന് നീതി ഉറപ്പാക്കാൻ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുത്ത് രംഗത്ത് വരുമെന്ന പ്രതീക്ഷയും സുകുമാരൻ നായർക്കില്ല. അങ്ങനെ ഇതിനെല്ലാം പാട്ടിലാക്കി ഞങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടി BJPയുടെ അക്കൗണ്ടിലേക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളില്ല എന്നാണ് ഇന്ന് അവർ പറഞ്ഞത്. അല്ല, അത് അവരുടെ നിലപാട് അവർ കർക്കശമായിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ആ നിലപാടിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നിലപാടിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ശ്രീ CK വിദ്യാസാഗർ? നിലപാടിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, സുകുമാരൻ നായരുടെ നിലപാട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഈ കച്ചവടത്തിൽ ഞങ്ങളില്ല എന്ന മട്ടിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. PV രാജേഷ്, പ്രാദേശിക തലത്തിൽ SNDPയുമായി സീറ്റ് നൽകുന്ന കാര്യത്തിൽ വരെ ചില രഹസ്യ ധാരണകളായിരുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ താങ്കളും കണ്ടു കാണുമല്ലോ, വായിച്ചു കാണുമല്ലോ. പല സന്ദർഭങ്ങളിലും അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, പലതരത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ആക്രമണങ്ങൾ, ഇതെല്ലാം തന്നെ SNDPയുമായി ഏതെങ്കിലും തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ നീക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഒരു വലിയ ബാധ്യതയും തലവേദനയുമായി മാറും എന്ന ഒരു സാഹചര്യം, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? NSS കൂടി നിലപാട് വ്യക്തമാക്കിയതോടുകൂടി BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരിക എന്നുള്ളത് കുറെ കൂടി കടുത്ത പരീക്ഷണമായി നിലനിൽക്കുന്നില്ലേ? BJPയുമായി ചർച്ചകൾ നടത്തിയപ്പോൾ
പ്രാദേശിക തലത്തിൽ SNDPയും BJPയും തമ്മിൽ ചില തീറ്റുധാരണകൾ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ആക്രമണങ്ങളും BJPയും പ്രതീക്ഷിച്ചിരുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശനും പ്രതീക്ഷിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിയെ കാണുന്നതിനും അദ്ദേഹത്തിന് ഇപ്പോൾ 72-73 വയസ്സായി. അദ്ദേഹം അതിനു മുമ്പും കേരളത്തിൽ ജീവിച്ചിരുന്നു, മോഡിയെ കാണുന്നതിന് മുമ്പും. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിന്നിരുന്ന സംഘടനകൾ തന്നെ ഈ ആക്രമണം അഴിച്ചുവിടുമെന്ന് അറിയാമായിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ BJPയും അതിനു മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശനും എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചില ആരോപണങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് അതിലെന്തെങ്കിലും തെറ്റ് ക്രമക്കേടോ അവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കാമല്ലോ. മറ്റൊന്ന്, ഹൈക്കോടതിയിൽ ആരോപണം ഉന്നയിച്ചവർ തന്നെ കേസിന് പോയിട്ട് പല കാര്യങ്ങൾക്കും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ കണ്ടെത്തലുകൾ വരുമ്പോൾ ആ സമയത്ത് തീരുമാനിക്കാം. ഞങ്ങൾക്ക് എടുത്ത തീരുമാനത്തിൽ ഒരു തരത്തിലുമുള്ള തലവേദന ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തിന് വളരെ വലിയൊരു രാഷ്ട്രീയ മാറ്റം വരാൻ പോവുകയാണ്. ഇനി NSSന്റെ കാര്യം, ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി ഇത്തരം നീക്കങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ പരോക്ഷമായി അദ്ദേഹത്തിന്റെ സംഘടനയുടെ NSSന്റെ നിലപാട് പല സാഹചര്യങ്ങളിലും അറിയിച്ചിരുന്നു. അത് ആ സംഘടനയുടെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അത് അദ്ദേഹം പറയുന്നു. പക്ഷേ BJPയിൽ ഒരുപാട് നല്ലൊരു ശതമാനം BJPയുടെ വോട്ടർമാരും നായർ സമുദായത്തിലുള്ള വോട്ടർമാരാണ്. BJP ഇത്രയൊക്കെ വളരുന്നതിന് മുമ്പ് തന്നെ BJPയിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് നായർ സമുദായ അംഗങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എതിർപ്പില്ല, അതിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. BJP രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ എന്തെങ്കിലും എതിർപ്പുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേ കണ്ണിൽ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഞങ്ങളുടെ വിജയത്തിനുള്ള ഒരു പ്രോത്സാഹനമായ ഒരു സാധ്യതയായാണ് ഞാൻ കാണുന്നത്. ശ്രീ MP ഗോവിന്ദൻ, നേരത്തെ SNDP നേതൃത്വം BJPയുമായി ഒരു കൂട്ടുകെട്ടിന്, ഒരു ബാന്ധവത്തിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ CPM നേതൃത്വം പ്രതികരിച്ചിരുന്നത് SNDP നേതൃത്വം പറഞ്ഞാൽ കേൾക്കുന്ന അണികളല്ല CPMൽ ഉള്ളത്, അതുകൊണ്ട് തന്നെ നേതൃത്വം ഏത് നിലപാടെടുത്താലും അണികൾ ശരിയായ ഒരു രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കും എന്നാണ്. ഇവിടെ NSSന്റെ നേതൃത്വം ഏറെക്കുറെ BJPക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അമിതമായി ആശ്വസിക്കാവുന്ന വകയുണ്ടോ? അതോ NSSന്റെ നേതൃത്വം പറഞ്ഞാൽ എല്ലാ നായർ വിഭാഗക്കാരും അതനുസരിക്കുമെന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ രാജേഷ് തന്നെ പറഞ്ഞു BJPയെ വളർത്തിയതിൽ വലിയൊരു പങ്ക് നായർ സമുദായത്തിനുണ്ടെന്ന്. അല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ വലിയ ആശ്വാസം കൊള്ളുകയോ ആശ്വാസം കൊള്ളാതിരിക്കുകയോ ചെയ്യുന്നതല്ല പ്രശ്നം. ഇവിടെ നിലപാടാണ് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടത്. ഇവിടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് നൽകിയ വലിയ സംഭാവനകളുണ്ട്. രാജേഷ് നേരത്തെ പറയുകയുണ്ടായി, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന മൂല്യങ്ങളൊക്കെ BJP കൈകാര്യം ചെയ്യും. എവിടെ നിന്ന് കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്? BJP ഏത് സന്ദർഭത്തിലാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്? നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിലോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിലോ അതിനുശേഷമുള്ള ഏതെങ്കിലും സന്ദർഭത്തിലോ ജാതി ജീർണതയ്ക്കെതിരായി, ജാതി മതാന്ധതയ്ക്കെതിരായി, ഞാൻ നേരത്തെ പറഞ്ഞ ജാതി സ്വത്വ രാഷ്ട്രീയത്തിനെതിരായി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ BJP ഇന്നേ വരെ ഇന്ത്യൻ സമൂഹത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? സവർണ മേധാവിത്വത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, സംവരണ നിലപാട് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങൾക്കറിയാലോ ഈ ഇന്ത്യയിലുടനീളം വലിയ കലാപങ്ങളാണല്ലോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി VP സിംഗ് മുമ്പോട്ടേക്ക് വന്നപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ RS ആയിരുന്നല്ലോ. ഇപ്പോൾ പട്ടേൽ വിഭാഗം സമരംഗത്തേക്ക് വന്നപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? സവർണ മേധാവികളെ സംവരണത്തിൻ്റെ പേരിൽ അണിനിരത്തിക്കൊണ്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് സംവരണം വേണം അല്ലെങ്കിൽ ആർക്കും സംവരണം വേണ്ട എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഇവിടെ രാജേഷ് പറയുകയുണ്ടായി, ഞങ്ങൾ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം എന്ത് സമ്മർദ്ദം ചെലുത്താനാണ് BJP? അവർ പറയുന്നത് വേണ്ടെന്നാണ് RSS പറഞ്ഞാൽ ആ വര കടന്ന് അപ്പുറം കടക്കാൻ ഈ ഇന്ത്യയിലെ ഏതെങ്കിലും BJP നേതൃത്വത്തിന്, പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്ക് ആർക്കെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമോ? ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാം. ശ്രീ MP ഗോവിന്ദൻ, ദയവായി ക്ഷമിക്കും, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് വിജയദശമി നായർ മഹാസമ്മേളനത്തിൽ സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം പൂർണ്ണമായി താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ പറയുന്ന ഒരു ഭാഗം, അദ്ദേഹം ഹിന്ദു ഐക്യത്തിനായി NSS ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ NSS ഇല്ല എന്നെല്ലാം നിലപാട് വ്യക്തമാക്കുമ്പോഴും സമദൂരം എന്ന NSSന്റെ രാഷ്ട്രീയ നിലപാട് ഇതുവരെ സമുദായത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നാലും അവരുടെ നയങ്ങൾ
എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കുമെന്നും സാമൂഹ്യ നീതിയാണ് NSS ലക്ഷ്യം വെക്കുന്നതെന്നും പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സംവരണം എന്ന ആശയത്തിലൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും NSSന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അതായത് സിൻഗു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ BJP തയ്യാറായാൽ, അതല്ല ആ രീതിയിൽ പോസിറ്റീവായ ഒരു നീക്കം BJPയിൽ നിന്നുണ്ടായാൽ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ BJPക്കൊപ്പം വേണമെങ്കിൽ നിൽക്കാം എന്ന ഒരു ആശയം ഈ പറഞ്ഞ വരികൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗോപി. കാരണം അങ്ങനെ ഒരു നിലപാടല്ല. ആ പ്രസംഗം മുഴുവനും ശ്രദ്ധിച്ചാൽ കാണുക NSSന്റെ നിലപാട്, വ്യക്തിപരമായിട്ട് സുകുമാരൻ നായരുടെ നിലപാട്. വെള്ളാപ്പള്ളിക്കെതിരെ സുകുമാരൻ നായർ ആഞ്ഞടിക്കുമ്പോൾ അതിനുള്ളിൽ കാണുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് BJPയുടെ കൂടാരത്തിലേക്ക് പോകാൻ NSSനെ കിട്ടില്ല എന്ന സന്ദേശം തന്നെയാണ്. അത് അദ്ദേഹം SNDPക്ക് മാത്രം കൊടുക്കുന്ന ഒരു സന്ദേശമല്ല, കേരളത്തിലെ മൊത്തം സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അതിൻ്റെതായ വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയുണ്ട്. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട VV രാജേഷ് പറഞ്ഞു ഇപ്പോഴും രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി വെള്ളാപ്പള്ളിയെ ആക്രമിക്കുകയാണെന്നാണ്. വെള്ളാപ്പള്ളി രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സമുദായ നേതാവിന്, ഇപ്പോൾ സമുദായ നേതാവിനെ നമ്മളൊക്കെ കാണുന്നത് വേറെ തരത്തിലാണ്. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവ്, അതിന് അർഹിക്കുന്ന ഒരു ആദരവ് അദ്ദേഹത്തിന് കൊടുക്കണം. ഇപ്പോൾ NSSന്റെ നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാവ്, ഒരു മുസ്ലിം സമുദായത്തിൻ്റെ നേതാവ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം നേതാവ്, ആ നേതാവിന് ചില ഇൻസുലേഷനുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ആ ഇൻസുലേഷൻ ഉപേക്ഷിച്ചിട്ട്, ആ കവചം ഉപേക്ഷിച്ച് പൊതുരാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും മറ്റ് രാഷ്ട്രീയ കക്ഷികളെയൊക്കെ അധിക്ഷേപിക്കാൻ തുടങ്ങുകയും VS അച്യുതാനന്ദനെ ശിഖണ്ഡി എന്ന് വിളിക്കുകയും ഈ VM സുധീരനെ അടിച്ചാക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചടി വരും. ആ തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നേരിട്ടത്. അതിനകത്ത് അത്ഭുതപ്പെടാനുണ്ടോ? സമുദായ നേതാവിന് കിട്ടുന്ന ഒരു താല്പര്യവും ആദരവും ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടണം എന്നില്ല. അതാണ് വെള്ളാപ്പള്ളി പഠിച്ചത്. സ്വാഭാവികമായിട്ടും ഇന്ന് സുകുമാരൻ നായർ വെള്ളാപ്പള്ളിക്കെതിരെ വ്യക്തമായി ഈ സ്വന്തം കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുക വഴി സുകുമാരൻ നായർ പോലും വെള്ളാപ്പള്ളിയെ കാണുന്ന ഒരു സമുദായ നേതാവായിട്ടല്ല, രാഷ്ട്രീയ നേതാവായിട്ടാണ് എന്നതാണ്. ജേക്കബ് ജോർജ്, തദ്ദേശത്തിലും സമദൂരം എന്ന NSSന്റെ രാഷ്ട്രീയ നിലപാട് ആഘാതമുണ്ടാക്കുന്നത് ആർക്കൊക്കെ? ചർച്ച തുടരും ഈ ഇടവേളയ്ക്ക് ശേഷം. NSSന്റെ സമദൂരം ഈ തെരഞ്ഞെടുപ്പിൽ ആഘാതമാകുന്നത് ആർക്കൊക്കെ? MP ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൊല്ലത്ത്, BJP വക്താവ് VV രാജേഷ് തിരുവനന്തപുരത്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും തിരുവനന്തപുരത്ത്, SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ ടെലിഫോൺ ലൈനിലും. ശ്രീ VV രാജേഷ്, സമദൂരം എന്ന NSSന്റെ ആശയത്തിൽ BJP വിരുദ്ധമായി ഒന്നുമില്ല എന്നാണല്ലോ താങ്കൾ മനസ്സിലാക്കിയത്. പക്ഷേ ഹൈന്ദവരുടെ പൊതു താല്പര്യം സംരക്ഷിച്ച ഏത് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഹൈന്ദവന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ശബരിമല വിഷയത്തിലും ഗുരുവായൂർ വിഷയത്തിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് സംബന്ധിച്ച സംഭവങ്ങളിലുമെല്ലാം ഒരാളും നിലപാട് സ്വീകരിക്കാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞത് പരോക്ഷമായി നിങ്ങളെ കൂടി വിമർശിച്ചുകൊണ്ടാണ്. ഗോപി, ഓരോ സംഘടനയുടെയും നേതൃത്വത്തിലിരിക്കുന്നവർക്ക് അതാത് സംഘടനയുടെ നിലപാടുകൾ പറയുവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവരുടെ വ്യക്തിപരമായ നിലപാടും പ്രകടിപ്പിക്കാം, അവരുടെ സംഘടനാപരമായ നിലപാടും പ്രകടിപ്പിക്കാം. BJP കേരളത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ, ശബരിമല വിഷയത്തിലായാലും അല്ലെങ്കിൽ മറ്റ് താങ്കൾ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്ര വിഷയത്തിലായാലും മറ്റുള്ള വിഷയങ്ങളിലായാലും എടുത്ത നിലപാടുകളൊക്കെ തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന എടുത്ത നിലപാടുകൾ ജനസമക്ഷത്തിലുണ്ട്, ജനങ്ങൾക്ക് വിലയിരുത്താം. ഇനി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം, ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു മീറ്റിംഗ് കൊണ്ടോ ഒന്നോ രണ്ടോ ചർച്ച കൊണ്ടോ ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ ഒന്നും അത് യാഥാർത്ഥ്യമാവുകയില്ല. അതിനെ കൂടുതലായിട്ട് അതിനെ മോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൂടുതലായിട്ട് അതിനെ ഷേപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരായിട്ടുണ്ട്. അങ്ങനെ വന്ന് മാത്രമേ അതൊരു വിജയത്തിലെത്തൂ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഹിന്ദു മഹാമണ്ഡലം ഇടയ്ക്ക് വെച്ച് നിന്നുപോയെങ്കിലും അങ്ങനെ ഒരു ആശയം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും നെടുമങ്ങാട് നിയോജകമണ്ഡലം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അതിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് SNDP NSS തമ്മിൽ അത് ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും അത് ഇല്ലാതായി പോയി. പക്ഷേ അന്നും ഈ ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിച്ചു. ഇപ്പോൾ 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പുറത്തുപോയി. ഞങ്ങൾ 2004 പരാജയപ്പെട്ടു, 2009 പരാജയപ്പെട്ടു. ഞങ്ങൾ വീണ്ടും പുതിയ പുതിയ ഫോർമുലകളുടെ ഭാഗമായി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. 2014 ഞങ്ങൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു. അതുപോലെ വലിയൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. ശ്രീ എം വി ഗോവിന്ദൻ, താങ്കളുടെ മറുപടി. BJP ഇപ്പോഴ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായല്ലോ. ഈ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ മൂല്യങ്ങൾക്കും നല്ല പ്രാമുഖ്യം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങളെ ഹിന്ദു എന്നും ഹിന്ദുവിൻ്റെ അകത്ത് വിവിധ ജാതി വിഭാഗങ്ങളൊന്നും വേർതിരിച്ച് മറ്റ് മതവിഭാഗങ്ങളുമായിട്ട് അവരെ തെറ്റിച്ച് മതനിരപേക്ഷതക്കെതിരായി ശുദ്ധ മതഭ്രാന്ത് രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് BJPയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാർ വിഭാഗങ്ങളും ഇന്ത്യയിലുടനീളവും കേരളത്തിലും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ഇവിടെ BJP ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിന്ദു സ്വത്വത്തിൻ്റെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി ഈ BJP അല്ലേ. ഇനി BJPക്ക് അപ്പുറത്ത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോവുകയാണ് വെള്ളയപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ, അതും ഒരു SNDPയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് ശ്രീ സുകുമാരൻ നായരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കുണ്ടാവണ്ട. അത് ആർക്കനുകൂലമാവും ആർക്കെതിരാവും എന്നുള്ളതല്ല പ്രശ്നം, ആ നിലപാടാണ് പ്രശ്നം. ആ നിലപാടിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നിലപാടിനെയാണ് സഖാവ് കോടിയേരി സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ BJPയും ചേർന്ന് ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൻ്റെ സവർണ ഹിന്ദു, ഇവിടെ രാജേഷൊക്കെ പ്രദാനം ചെയ്യുന്ന RSSും BJPയും ഏത് ഹിന്ദുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്? വർണ്ണവ്യവസ്ഥയിലാണ്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, അതിൻ്റെ അപ്പുറമുള്ള തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന പിന്നോക്ക സമുദായം, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം, ഇതൊന്നും ഹിന്ദുവായിട്ട് ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം ചണ്ടാള വിഭാഗമായിട്ട് തള്ളിയിട്ടാണല്ലോ ഇത്ര അടി ദൂരത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, ഇത്ര അടി ദൂരത്തു നിന്ന് മാത്രമേ കാണാൻ പാടുള്ളൂ, ഇത്ര അടി ദൂരത്തു നിന്ന് മാത്രമേ അവർ പരസ്പരം നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാതെ പറഞ്ഞിരിക്കല്ലേ. എന്റെ ഗോവിന്ദ മാഷ് കുറെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ താങ്കൾ പ്രസക്തമായ മറ്റു കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഗോവിന്ദ മാഷ് പറഞ്ഞ വിഷയങ്ങൾ സ്പർശിക്കാത്തത്. പക്ഷേ എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ സംസാരിക്കട്ടെ? പറയൂ. ഗോപികൃഷ്ണൻ, ഈ ഗോവിന്ദ മാഷിന്റെ അവിടെ എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ ചോദിക്കണം. മാഷ് ഏത് തരത്തിലാണ് സംസാരിക്കുന്നത്? ഈ പറയുന്ന മാഷിന്റെ പാർട്ടിക്ക് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗക്കാരുടെ ഇടയിൽ, ഇന്ത്യയിലെ ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ഇടയിൽ എന്ത് സ്വാധീനമാണ് മാഷെ ചെലുത്താൻ സാധിച്ചിട്ടുള്ളത്? ഇവിടുത്തെ തൊഴിലാളികളുടെ ഇടയിൽ എന്ത് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ളത്? മൂന്നാറിൽ നമ്മൾ കണ്ടതല്ലേ, ചൂലെടുത്തുകൊണ്ട് മാഷിന്റെ പാർട്ടിയുടെ MLA അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ അടിച്ചോടിച്ചത്. മറ്റൊന്ന്, പശ്ചിമ ബംഗാളിൽ മാഷിന്റെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പട്ടികജാതിക്കാരുണ്ട്, എത്ര പിന്നോക്കക്കാരുണ്ട്? പിന്നോക്കക്കാരനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഒരു ദേശീയവാദിയായ മുസൽമാനെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ പാർട്ടിയോടാണ് മാഷ് പറയുന്നത് ഞങ്ങൾ പിന്നോക്കക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഇല്ലെങ്കിൽ വരേണ്യ വർഗത്തിന്റെ പാർട്ടിയാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, 100-120 വർഷം ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒന്നര സംസ്ഥാനത്തിലല്ലാതെ ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ ഇടയ്ക്ക് എന്തെങ്കിലും സ്വാധീനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലും ആന്തൂരിലും ഒക്കെ സംഭവിച്ചത് വനിതകളെ മുൻനിർത്തിയല്ലേ ഗുണ്ടായസം കാണിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാത്തത്. അങ്ങനെയുള്ള CPM ഓരോ ദിവസവും എല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM, ആ CPM ആണ് ഒറ്റയ്ക്ക് 283 എംപിമാരെ സംഘടിപ്പിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യ CPM നേതാക്കന്മാർക്കുള്ളത്? ഗോവിന്ദ മാഷ് പറയുന്ന മറുപടി കൂടി കേൾക്കൂ രാജേഷ്. അല്ല,
ഞാൻ പറഞ്ഞ ഒന്നിനും രാജേഷ് മറുപടി പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ മറുപടി പറയാൻ പുറപ്പെടുന്നത്? ബംഗാളിൻ്റെ തോൽവിയെ സംബന്ധിച്ചും കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ മുന്നോട്ടേക്ക് വെക്കുന്ന സവർണ മേധാവിത്വത്തിൻ്റെ വക്താക്കളാണ് RSS BJP എന്നാണ്. അവർ ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യരെ അംഗീകരിക്കുന്നില്ല, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ RSS വ്യക്തമാക്കുന്നത് ഇവിടെ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഒരു തരത്തിലുള്ള സംവരണവും പാടില്ല എന്നാണ്. RSSൻ്റെ ഈ നിലപാടിനോട് രാജേഷിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയണ്ടേ? രാജേഷിൻ്റെ നിലപാട് എന്താണെന്ന് പറയണ്ടേ? ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ചെറിയ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ബദൽ നിലപാടുകൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്ത് ബദലായുള്ളത്? ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി, ഇന്ത്യയിലെ സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസിനെ പോലെ തന്നെ BJP. ഒരു വ്യത്യാസവും നിങ്ങൾക്കില്ല. നിത്യോപയോഗ സാധനത്തിൻ്റെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളെ പറ്റി നിങ്ങൾ എന്താ ഒരു അക്ഷരം പറയാത്തത്? നിങ്ങളുടെ ഭരണത്തിലല്ലേ? നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ MV ഗോവിന്ദൻ, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ രാജേഷ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും NSSനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയെ പോലുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിന്റെ സാധ്യതകൾ BJP പല ഘട്ടങ്ങളിലും നോക്കിയിട്ടുണ്ട്. അതിനോടൊന്നും വഴങ്ങാതെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുകുമാരൻ നായർ NSSന്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു സന്ദേശം? താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് വ്യക്തമായും BJPക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. ഇത് ഏതൊക്കെ തരത്തിൽ ആർക്കൊക്കെ ഗുണം ചെയ്യുന്ന നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? ഗോപി, ഒന്നാമത്തെ കാര്യം, നായന്മാരില്ലാതെ ഒരു വിശാല ഹിന്ദു ഐക്യം മുന്നണി ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നേരത്തെ VV രാജേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്, ഇവിടെ നായന്മാർ തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. നായന്മാരാണ് BJPയുടെ അംഗബലം എന്ന് പറയാൻ. ആ അംഗബലത്തിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഈഴവ സമുദായത്തെ കൊണ്ട് കൂട്ടുപിടിക്കാൻ BJP ശ്രമിച്ചത്. രാഷ്ട്രീയമായി സ്ട്രാറ്റജിക്കലി സ്പീക്കിംഗ് തീർച്ചയായിട്ടും നല്ലൊരു നീക്കമാണ്. അതുവഴി കുറേ ഈഴവാംഗങ്ങളെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ CPMന്റെ ശക്തി ക്ഷയിപ്പിക്കാം. അതുവഴി കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് നല്ല ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ നടുവാണ് ഇന്ന് സുകുമാരൻ നായർ തച്ചുടച്ചത്. വീണ്ടും ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ നായർ സമുദായം ഉണ്ടല്ലോ, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ വയ്യാത്ത അത്ര ദൂരത്തിലാണ് എന്നതുപോലെ തന്നെയാണ് കേരളത്തിലെ സാമൂഹിക കാര്യങ്ങളും സാമുദായിക ബന്ധങ്ങളും അവർ തമ്മിലുള്ള ഇഴകളുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ BJPയിലുള്ള നായർ സമുദായ അംഗങ്ങൾ വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ള ഈഴവ സമുദായങ്ങൾ കൂടി ഇതിലേക്ക് വരികയും വെള്ളാപ്പള്ളി നടേശന് പുതിയ സംവിധാനത്തിൽ ഒരു നല്ല സ്ഥാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ VV രാജേഷ് പറഞ്ഞ നേരത്തെ BJPയിലുള്ള നായന്മാരുടെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും അതും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൗതുകത്തോടെ കാണാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഗോപി, രാജേഷ് മറുപടിയും പറയട്ടെ. രാജേഷ് മറുപടി പറയും. ജേക്കബ് ജോസ് സാറിന്റെ നിരീക്ഷണം വളരെ കൗതുകപൂർവ്വമാണ് ഞാൻ വീക്ഷിച്ചത്. ഇവിടെ പൊതുവായ വളരെ ചർച്ചയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ പറഞ്ഞത്. അതായത് SNDPയും BJPയും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സഹകരിക്കുമ്പോൾ BJPയിലുള്ള നായർ സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കും? ഗോപികൃഷ്ണ, വളരെ രസകരമാണ്. കാരണം ഈ BJP എന്ന പാർട്ടി അധികാരത്തിന്റെ 7 അയലത്ത് പോലും ഇല്ലാതിരുന്ന സമയത്ത് BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത നായർമാരുണ്ട്, ഈഴവരുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, ക്രിസ്ത്യൻ നേതാക്കന്മാരുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഇനി ആകാശം ഇടിഞ്ഞ് വീഴും, തലയിൽ കൂടി വീഴുമെന്ന് പറഞ്ഞാലും ഈ പാർട്ടി 80കളിലും 90കളിലും ഇതിൽ ആരുമില്ലായിരുന്ന സമയത്ത് വോട്ട് ചെയ്ത ലക്ഷങ്ങളുണ്ട്. ഒന്നും കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞാലും ഈ സമുദായങ്ങൾ, ഈ വിഭാഗങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷ ഐക്യമെന്ന് പറയുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ഭൂരിപക്ഷ സംഘടനകളും ഒരുമിച്ച് ചേരുമെന്നുള്ള സ്വപ്നലോകത്തൊന്നുമല്ല ഇരുന്ന് നിൽക്കുന്നത് ഞങ്ങൾ. ഇതൊരു ലക്ഷ്യമാണ്, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്.
സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കൈവഴികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. ഞങ്ങളുടെ വോട്ട് ബാങ്കുകൾ, അത് നായരായിക്കോട്ടെ, ഈഴവനായിക്കോട്ടെ, നമ്പൂതിരി ആയിക്കോട്ടെ, താമര അടയാളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ അവിടെ തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ വിജയത്തിന് ഒരു മുതൽക്കൂട്ടാവുക. സി കെ വിദ്യാസാഗർ, ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറയ്ക്കാൻ പോകുന്ന കൂട്ടുകെട്ട്, ഒരു ഹിന്ദു ഐക്യം എന്ന് BJP വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ആ ഹിന്ദു ഐക്യം NSS എന്ന സമുദായ സംഘടന ഞങ്ങൾ ആ കൂട്ടത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ തകരുകയല്ലേ? അതല്ല VV രാജേഷ് പറയുന്നത് പോലെ ഞങ്ങൾ ഇതിനു മുൻപും അധ്വാനിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നുവെല്ലാം ഉണ്ടാക്കി വളർന്നു വരുന്നതാണ് ഈ പാർട്ടി അധികാരത്തിലെത്തിയത്. ആ പ്രതീക്ഷയിൽ ഇനിയും വരും കാലങ്ങളിൽ അത്തരം ഐക്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രയത്നിക്കും, അത് ഫലം കാണും എന്ന് രാജേഷിനുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഏതായാലും തീർച്ചയായിട്ടും ഇന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവന ആ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആശയത്തിന് ഉള്ള ഒരു സെറ്റ്ബാക്കാണ്, അതിന് സംശയമില്ല. പിന്നെ ഒരു കാര്യം ഗോവിന്ദ മാസ്റ്ററിന്റെ പാർട്ടിക്കാര് ഓർമ്മിക്കുന്നത് നല്ലതല്ലേ? ഗോവിന്ദ മാസ്റ്റർ പാർട്ടിക്കാര് കേരളത്തിലെ കുറെ കൂടി പിന്നോക്ക ആഭിമുഖ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ ഇപ്പൊ ഈ രാജേഷ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് ഗോവിന്ദ മാസ്റ്റർ വിഷമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ മർദ്ദിത ജാതി ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളോട് കുറെ കൂടി ക്രിയാത്മകമായി പ്രതികരിക്കുവാനും കുറെ കൂടി ആ ഒരു പിന്നോക്കാഭിമുഖ്യത്തിലേക്ക് നടന്നെടുക്കുന്നത് കാണാനും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇന്ത്യ കുറെ കൂടി ചുമന്നു കാണണമെന്ന് ആഗ്രഹിച്ച ചെറുപ്പക്കാരനായിട്ട് ആദ്യകാലം മുതൽ രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ചു പുലർത്തിയിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളൊക്കെ. അല്ലാതെ ഇവിടെ മുതലാളിത്തത്തിലേക്ക് പോകുന്നതൊന്നും കാണാൻ സന്തോഷമുള്ള ആളുകളായതുകൊണ്ടല്ല പലപ്പോഴും ഈഴവ സമുദായത്തിന്റെ ആളുകൾ മാറി ചിന്തിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയാനായിട്ടും കൂടെ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുണ്ട്. ഈ സെറ്റ്ബാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെറ്റ്ബാക്കാണ്. NSS പോലുള്ള ഒരു സംഘടന ഇതിനെ പരസ്യമായിട്ട് കണ്ടമാനം തള്ളിപ്പറയുന്നു എന്നുള്ളത് ഈ ഹിന്ദു ഐക്യം അല്ല തന്നെ ഹിന്ദു ഐക്യത്തിൽ കുറെ അധികം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ആ കോൺട്രഡിക്ഷൻസ് അഡ്രസ് ചെയ്യാനുള്ള ചർച്ചകളൊന്നും നടക്കാതെ വളരെ പെട്ടെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എടുത്തുചാടി ഉണ്ടായിട്ടുള്ള ഒരു നിലപാടാണിത്. വാസ്തവത്തിൽ ഇവിടെ എന്നെ പോലുള്ളവർ ആഗ്രഹിച്ചത് ഒരു പിന്നോക്ക രാഷ്ട്രീയം, ഒരു പിന്നോക്ക രാഷ്ട്രീയം, പിന്നോക്ക ഐക്യം അത് കുറെ കൂടി ശക്തമായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തെ ഒരു പിന്നോക്ക ഐക്യത്തിലേക്ക്, ഒരു പിന്നോക്ക രാഷ്ട്രീയത്തിലേക്ക് കുറെ കൂടി തള്ളിവിടാനായിട്ട് പരിശ്രമിക്കണം എന്ന നിലപാടുകൾ സൂക്ഷിക്കുന്ന സി കെ വിദ്യാസാഗർ, സമദൂരം എന്ന NSSന്റെ രാഷ്ട്രീയ നിലപാട് ഹിന്ദു ഐക്യത്തിന്റെ നടുവൊടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ശ്രീ MV ഗോവിന്ദൻ, ശ്രീ VV രാജേഷ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ CK വിദ്യാസാഗർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. ഇതോടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.